ഈ സീസൺ IPL ഏറ്റവും മോശം പ്രകടനം നടത്തിയ ടീമുകളിൽ ഒന്നാണ് രാജസ്ഥാൻ റോയൽസ്. ഇപ്പോൾ അവസാനം പഞ്ചാബിനെതിരെ ഒരു മത്സരം അവർ പരാജയപ്പെട്ടിരിക്കുകയാണ്. രാജസ്ഥാനെ സംബന്ധിച്ച് നമുക്കറിയാം, രാജസ്ഥാൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് മധ്യനിര ബാറ്റിങ്ങും അതുപോലെ തന്നെ ഫിനിഷിങ്ങിൽ വരുന്ന പാളിച്ചകളുമാണ്. പല മത്സരങ്ങളും ചെറിയ റണ്ണിനും അതുപോലെ തന്നെ സൂപ്പർ ഓവറിലൊക്കെയാണ് രാജസ്ഥാൻ പരാജയപ്പെട്ടിട്ടുള്ളത്. ആ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു താരമാണ് ധ്രുവ് ജുറൽ. നമ്മൾ തന്നെ പല ചർച്ചകളിലും ധ്രുവ് ജുറലിൻ്റെ പ്രകടനത്തെക്കുറിച്ചിട്ടും അദ്ദേഹം ടീമിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിൽ ഒരു ഇന്നിങ്സ് കളിക്കുന്നില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ നമ്മൾ നടത്തിയിരുന്നു. മാത്രമല്ല, ഒരുപക്ഷെ അടുത്ത സീസണിന് മുമ്പ് ധ്രുവ് ജുറലിനെ രാജസ്ഥാൻ റിലീസ് ചെയ്തേക്കാമെന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ വരുന്നുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ ജുറലിന് കട്ട സപ്പോർട്ട് കൊടുത്ത് രംഗത്ത് വന്നിരിക്കുകയാണ് രാഹുൽ ദ്രാവിഡ് പറയുന്നത് ജുറൽ അതായത് ക്രീസിലേക്ക് വരുന്ന സമയത്ത് റിക്വയർഡ് റൺ റേറ്റ് 6ഉം 7ഉം ഒന്നുമല്ല ഇത്രയും ചീത്ത പറയാൻ, അത് 13ഉം 14ഒക്കെയാണ് എന്ന രീതിയിലാണ് ദ്രാവിഡ് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ഓരോ മത്സരത്തിലും ജുറൽ വരുന്ന സമയത്തുള്ള റൺ റേറ്റും അതുപോലെ തന്നെ താരം കളിക്കുന്നതൊക്കെ നോക്കുന്ന സമയത്ത് 13-14 എന്നൊരു റൺ റേറ്റ് നമ്മൾ എവിടെയും കണ്ടില്ല. ജുറൽ ക്രീസിലേക്ക് വരുന്ന സമയത്ത് ഒരു 11-12 വരെയൊക്കെയാണ് മാക്സിമം ആയിട്ടുള്ളത്. നമ്മൾ ഓരോ മത്സരത്തിലെയും ഡാറ്റ എടുത്തിരുന്നു. ദ്രാവിഡ് എന്തുകൊണ്ടായിരിക്കും ജുറലിനെ ഈ രീതിയിൽ ഇപ്പോൾ സപ്പോർട്ട് ദ്രാവിഡ് ഇപ്പോൾ പറഞ്ഞത് 14 റൺ റേറ്റ് വേണ്ടി വരുന്നത്, റെക്കോർഡ് റൺ റേറ്റ് വേണ്ടി വരുന്നു പറയുമ്പോഴും അത് ചെയ്യാൻ പറ്റാത്ത താരമാണ് മധ്യനിര അല്ലെങ്കിൽ ഫിനിഷർ റോളിലേക്ക് വരുന്നത്. ഫിനിഷർ റോൾ എന്ന് പറയുന്നില്ല, ഫിനിഷർ റോളിലേക്ക് കളിക്കുന്നത് ഹെഡ്മേയർ എന്നൊരു താരം, അതൊരു പരാജയമായ മറ്റൊരു താരമാണെന്ന് തന്നെ പറയാം. പക്ഷേ ആ ഒരു 11-12 ഈ 14 വരെയുള്ള റെക്കോർഡ് റൺ റേറ്റ് കളിക്കാൻ പറ്റാത്ത താരമാണെങ്കിൽ ആ താരത്തിന് ആ ടീമിൽ എന്താ സ്ഥാനമുള്ളതെന്ന് നമ്മൾ നോക്കണം. ഇത് ദ്രാവിഡിനെ നമ്മൾ ടെസ്റ്റ് സ്പെഷ്യലിസ്റ്റ് എന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹം നന്നായിട്ട് ഇന്ത്യൻ ടീമിനെ പരിശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നു. T20 ഫോർമാറ്റിലും മേഖല ഫോർമാറ്റിലൊക്കെ യാതൊരു സംശയമില്ല. പ്രതിഭക്കോ താരത്തിൻ്റെ കോച്ചിങ് കപ്പാസിറ്റിയിലൊന്നും ആർക്കും ഒരു സംശയമില്ലാത്തതാണ്. പക്ഷേ അദ്ദേഹം ഈ IPL വെച്ചിട്ട് ഇപ്പോൾ സംസാരിച്ചത് T20 ഫോർമാറ്റ് തന്നെയാണെന്നോ സംശയം. അദ്ദേഹം പറയുന്നത് ജുറൽ ക്രീസിൽ വരുമ്പോൾ 14 റൺ റേറ്റ് ഉള്ളത്, അതെടുക്കാനുള്ള ബുദ്ധിമുട്ടാണ് താരത്തിന്, ആ രീതിയിലാണ് പറഞ്ഞു നോക്കുന്നത്. അപ്പം അതിന് പറ്റുന്ന താരത്തെയല്ലേ കോച്ച് കണ്ടെത്തേണ്ടത് ആ പൊസിഷനിലേക്ക്. ഈ പറഞ്ഞ കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ അവസാനത്തിൽ 5-6 മത്സരങ്ങളിൽ അവസാനത്തെ ഒരു ഓവറിൽ തന്നെ തോറ്റ മത്സരം എന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പം അവിടെ തുടർച്ചയായി നമുക്ക് പറ്റുന്നൊരു തെറ്റ്, കളി ഫിനിഷ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. റിക്കോർഡ് ആയിട്ട് 10 എടുക്കുമ്പോൾ 10 വരുമ്പം അത് കളിക്കാൻ വേണ്ടി താരമില്ല. അത് ജുറലിനെ കൊണ്ടാവില്ല എന്ന് ദ്രാവിഡിന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ആ താരത്തിന് ആ ഓർഡറിലെല്ലാം കളിപ്പിക്കണം, അവിടുന്ന് മാറ്റുക, അല്ലെങ്കിൽ പുതിയൊരു താരത്തെ കൊണ്ടുവരിക. കളി ജയിപ്പിക്കാനല്ലേ കോച്ച് കണ്ടത്. അല്ലെങ്കിൽ ജൂറലിനെ കൊണ്ട് ഇതൊന്നും പറ്റൂല. ജൂറൽ ഈ പൊസിഷനിൽ കളിക്കുക പറയുന്നില്ല, അതിലൊന്നും ലോജിക്കുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായും ഇപ്പോൾ എനിക്ക് തോന്നുകയാണെങ്കിൽ ദ്രാവിഡ് പറഞ്ഞതുപോലെ 14 റെക്കോർഡ് റൺ റേറ്റ് ഉണ്ടായിരുന്ന ഒരു മത്സരം ജുറൽ ക്രീസിലേക്ക് വരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു മത്സരം, ആദ്യ മത്സരമാണ്. നമുക്കറിയാം സൺറൈസേഴ്സ് 286 റൺസ് അടിച്ച മത്സരമാണ്. ആ മത്സരത്തിൽ ഒരു 14.81 ആയിരുന്നു റെക്കോർഡ് റൺ റേറ്റ്. അത് മാത്രമല്ല, ആ മത്സരത്തിൽ ജുറൽ നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. 35 പന്തിൽ 70 റൺസ്, 200 സ്ട്രൈക്ക് റേറ്റിലൊക്കെ ബാറ്റ് വീശിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇത്. അടുത്തൊരു മത്സരം എന്ന് പറയുന്നത് KKR അതുപോലെ രാജസ്ഥാൻ കൊൽക്കത്തക്കെതിരെ കളിച്ച മത്സരം. ആ മത്സരത്തിൽ നമുക്കറിയാം രാജസ്ഥാൻ ആകെ സ്കോർ ചെയ്യുന്നത് 151 റൺസാണ്. 28 പന്തിൽ 33 റൺസാണ് ജുറൽ. 28 പന്തിൽ 33 റൺസ്. അതെ, 28 പന്തിൽ 33 റൺസാണ് ജുറൽ നേടുന്നത്. ആ മത്സരം കൊൽക്കത്ത അനായാസം വിജയിക്കുന്നുണ്ട്. അതെ, പിന്നെ ചെന്നൈക്കെതിരെ രാജസ്ഥാൻ വിജയിച്ചൊരു മത്സരത്തിൽ ജുറൽ 7 പന്തിൽ 3 റൺസാണ് എടുക്കുന്നത്. എനിക്ക് തോന്നുന്ന അവസാനത്തെ ഈ മത്സരം നമുക്കറിയാം ഡൽഹിക്കെതിരെയൊക്കെയുള്ള ഒരു മത്സരം, ഇപ്പോൾ അവസാനം കളിച്ചൊരു മത്സരം നമുക്കറിയാം സഞ്ജു റിട്ടയർഡ് ആർട്ട്. അവിടുന്ന് അങ്ങോട്ടുള്ള മത്സരങ്ങളിലാണ് രാജസ്ഥാൻ കുറച്ചെങ്കിലും ഒരു പോരാട്ടം, ഒരു പ്രകടന എന്തെങ്കിലും ഒരു ജയിക്കാവുന്ന അതിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുള്ളത്. സഞ്ജു റിട്ടയർഡ് ആർട്ടായിട്ടുള്ള സൂപ്പർ ഓവറുള്ള ആ മത്സരത്തിൽ ജുറൽ ക്രീസിലേക്ക് വരുന്ന സമയത്ത് 13.2 ഓവറിൽ 112 റൺസ് 2 വിക്കറ്റിന് രാജസ്ഥാൻ നേടിയിട്ടുണ്ട്. സഞ്ജു റിട്ടയർഡ് ആർട്ടാണ്. ആ സമയത്ത് റെക്കോർഡ് റൺ റേറ്റ് 11.14 രാജസ്ഥാന് 40 പന്തിൽ 77 റൺസാണ്. ഇന്ന് ഏറെക്കുറെ T20 ക്രിക്കറ്റിലൊക്കെ ഒരുവിധമുള്ള ടീമുകളൊക്കെ ചേസ് ചെയ്യുന്ന ഒരു സ്കോറാണത് 44. ഈ റെക്കോർഡ് റൺ റേറ്റ് 11 എന്ന് പറയുമ്പോൾ നമ്മൾ ഇതും കൂടി പറയണല്ലോ. 44 പന്തിൽ 77 റൺസ് വേണം. ജുറൽ നേടിയത് 17 പന്തിൽ 26 റൺസ് എടുത്തു. അതും അവസാന ഓവറിൽ ആ ഒരു ഇതിലേക്ക് കടക്കുന്ന സൂപ്പർ ഓവറിലേക്ക് എത്തിക്കും. കളി തോക്കാനുള്ള ഘടകം ഈ മെല്ലപ്പോക്ക് തന്നെയാണെന്ന് പറയാൻ വേണ്ടി പറ്റും. 16 ബോൾ 27 റൺസ് എന്നൊക്കെ പറയുമ്പോൾ അത് നല്ല റൺസ് അല്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാവും. പക്ഷേ ആ മത്സരം ഈ പറഞ്ഞ പോലെ 2 വിക്കറ്റിന് 112 റൺസിലേക്ക് എത്തിയിട്ട് ആ കൊണ്ടുപോയ സഞ്ജു വാറ്റിക്കുമ്പോണ്ടായ രീതി കളി കണ്ടവർക്കറിയാതെ എന്താണ് സംഭവിക്കുന്നതെന്ന്.
ഈ പറഞ്ഞ എല്ലാം ഈ റിക്കോർഡ് റേറ്റും കണക്കും വെച്ച് നോക്കുമ്പോൾ നമുക്ക് അയ്യോ ഇത്രയും ഉണ്ടായിരുന്നല്ലോ എന്ന് പറയും. പക്ഷേ ആ കളി, ആ പിച്ചിൽ വരുന്ന കളിയും അതിന് മുന്നിടെ ഇപ്പം സൂര്യവംശി ആയാലും പോട്ടെ ജയ്സോൾ ആയാലും കൂടി കളിച്ചു കൊണ്ടുവന്ന രീതി, ഈ താരങ്ങൾ കളിച്ച് അവിടെ എത്തിക്കുന്ന മത്സരം, അത് പിന്നെ റിക്കോർഡ് റേറ്റ് 6 ഉണ്ടായത് ഒരു 11 എത്തിക്കുന്നതല്ല, മുട്ടിക്കളിച്ചെത്തിച്ച ഒറ്റ മത്സരമല്ല. ഈ മത്സരങ്ങളിലൊന്നും രാജസ്ഥാൻ മത്സരം ഒന്നും അങ്ങനെയല്ല. നമ്മുടെ ജയ്സോളൊക്കെ നന്നായിട്ട് അടിച്ചിട്ടാണ് റിക്കോർഡ് റേറ്റ് കുറച്ചിട്ടാണ് ഈ 11 10 എത്തിക്കുന്നത്. അവിടുന്ന് പിന്നെ അത് കളിക്കാൻ പറ്റില്ല പറഞ്ഞാൽ പിന്നെ അത് ആ താരം T20ക്ക് പറ്റിയ താരമല്ലാന്നല്ലേ പറയാൻ പറ്റുമോ? അവിടെ അങ്ങനെ വരുന്നത്. അതെ, അത് തൊട്ടടുത്ത മത്സരം ലക്നൌവിനെതിരെയുള്ള മത്സരമാണ്. ആ മത്സരത്തിലെ കണക്ക് നോക്കുകയാണെങ്കിൽ 2 റൺസിനാണ് രാജസ്ഥാൻ പരാജയപ്പെടുന്നത്. ടാർഗറ്റ് 181. ഇപ്പൊ T20യിൽ ഒരുവിധമുള്ള ടീമുകളൊക്കെ പലപ്പോഴും ചേസ് ചെയ്യുന്ന ഒരു ടാർഗറ്റാണ്. അത് മാത്രമല്ല, ധ്രുവ് ചുറൽ മറ്റേ ക്രീസിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ബാറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് 17 പന്തിൽ 25 റൺസ് മതിയായിരുന്നു ജയിക്കാൻ. അത് ഏകദിനത്തിലൊന്നല്ല, ഏത് ക്രിക്കറ്റിലായാലും ടെസ്റ്റ് ക്രിക്കറ്റിലൊന്നും അത് റൺസ് അല്ലല്ലോ. 17 പന്തിൽ 25 റൺസ് എടുക്കാൻ പറ്റില്ല പറഞ്ഞാൽ പിന്നെ അത് മാത്രമല്ല, അവസാനത്തെ 6 ബോളിൽ 9 റണ്ണുള്ള ഒരു മത്സരത്തിൽ 5 ബോള് ഫേസ് ചെയ്ത ജുറലിന് ഒരു ബൗണ്ടറി പോലും നേടാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഒരു ഫിനിഷിംഗ്, അതെ, 5ാമത്തെ പൊസിഷനിൽ ഇറങ്ങുന്ന ഒരു ഫിനിഷിങ്ങിലൊക്കെ ഒരു കഴിവ് തെളിയിക്കേണ്ട ഒരു താരം എടുത്തിട്ടുള്ള റൺ എന്ന് പറയുന്നത് 5 പന്തിൽ 6 റണ്ണാണ്. അത് അതെ, എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിനകത്ത്. ഈ മത്സരം നോക്ക്, ഈ സമയത്ത് ജുറൽ ഇവിടെ മറ്റേ കളിക്കാൻ വരുന്ന സമയത്ത് 8.33 റെക്കോർഡ് റൺ റേറ്റ് ഉള്ളത്. ദ്രാവിഡ് പറഞ്ഞ പോലെ 13-14 ഇല്ല. അത് അങ്ങനെ ഓരോ മത്സരങ്ങളും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ രാജസ്ഥാനും RCBയും തമ്മിലുള്ള മത്സരം രാജസ്ഥാൻ പരാജയപ്പെടുന്നത് 11 റൺസിനാണ്. അതായത് ആ മത്സരത്തിൽ 206 റൺസ് ആയിരുന്നു ടാർഗറ്റ് ഉണ്ടായിരുന്നത്. ജയ്സ്വാൾ 19 പന്തിൽ 49 റൺസ് അടിച്ച മത്സരമാണ്. അത് മാത്രമല്ല, പവർ പ്ലേ സ്കോർ, രാജസ്ഥാന്റെ പവർ പ്ലേ സ്കോർ 72 9.2 ഓവറിൽ 110-3, അതായത് 9.2 ഓവർ, 10ാമത്തെ ഓവറിൽ തന്നെ 110-3 എന്ന രീതിയിൽ രാജസ്ഥാൻ നിൽക്കുന്ന സമയത്താണ് ധ്രുവ് ജുറൽ ബാറ്റ് ചെയ്യാൻ വരുന്നത്. 66 പന്തിൽ 96 റൺസ് മതിയായിരുന്നു. ജുറൽ ബാറ്റ് ചെയ്യാൻ വരുന്ന സമയത്തുള്ള റെക്കോർഡ് റൺ റേറ്റ് എന്ന് പറയുന്നത് 8.72 ഈ മത്സരത്തിൽ വളരെ രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 28 പന്തിൽ, ആദ്യത്തെ 28 പന്തിൽ 32 റൺസ് ജുറൽ നേടിയിട്ടുള്ളൂ. അതാണ് ആ ഒരു മെല്ലപ്പോക്കല്ലേ ഈ മത്സരത്തിൽ സ്വാധീനിച്ചത്. ഈ പറഞ്ഞ എല്ലാ മത്സരവും നമ്മൾ കളി കണ്ടവർക്ക് ക്ലിയർ ആയിട്ട് അറിയാം. കണക്കുകൾ ഇപ്പം പറയുമ്പോൾ പിന്നെ ഓർമ്മ വരാത്തതായിരിക്കാം, പക്ഷേ കളി കണ്ടവർക്ക് അറിയാം ആ മെല്ലപ്പോക്ക്, തുടക്കത്തിലെ മെല്ലപ്പോക്ക്. പിന്നീട് അത് ഓവർകം ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഓക്കെയാണ്, താരം നിലയുറപ്പിച്ച ശേഷം ആ വിജയലക്ഷ്യത്തിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. പക്ഷെ അതിന് പറ്റുന്നില്ല. അതിന് പറ്റാണ്ട് വന്നിട്ട് ഈ ഇപ്പം പറഞ്ഞ പോലെ 8 റൺ റേറ്റുള്ള സമയത്ത് വരുന്നു. അവസാനം ഓവർ ചിലപ്പം 14-15 റൺ റേറ്റ് എത്തുന്നുണ്ടാവും. അത് എത്തിക്കുന്നവരാ ഈ ജുറൽ തന്നെയാണ്. എന്നിട്ട് അത് എടുക്കാൻ പറ്റില്ല വല്ല കാര്യമുണ്ടോ? അതിലേക്ക് കൊണ്ട് കളയുകയാണ്. അപ്പം പരിശീലകൻ്റെ ഈ വാക്കുകൾ ഇപ്പോൾ പറഞ്ഞത്, പിന്നെ ഒരു ടീം തൻ്റെ താരത്തെ സംരക്ഷിക്കേണ്ടത് പരിശീലകൻ തന്നെയാണ്, അതിൽ ആ ഒരു സംശയമില്ല. താരത്തിന് പിന്നെ ഒരു പോസിറ്റിവിറ്റി നൽകണം, അതിൽ അദ്ദേഹത്തെ പ്രചോദിപ്പിച്ച് കൊണ്ടുവരണം. അത് കോച്ചിൻ്റെ കടമയാണെന്നിൽ യാതൊരു സംശയമില്ല. പക്ഷേ എന്ന് വെച്ചിട്ട് ഈ ഫാക്ട് ഇത്രയും ഇതുണ്ടാകുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് എങ്ങനെ കൊണ്ടുപോകുന്നതാണ് തോന്നുന്നത്. അല്ല, ഈ മത്സരത്തിൽ ഇപ്പോൾ 28 പന്തിൽ 32 റൺ അടിക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് സ്ട്രൈക്കിംഗ് ചെയ്ത റേറ്റ് വളരെ കുറവാന്നുള്ളതാണ്. പവർ പ്ലേയിൽ കിട്ടിയിട്ടുള്ള ഒരു ആനുകൂല്യം നമ്മളിപ്പോൾ ധ്രുവ് ജുറലിന് മാത്രം പറഞ്ഞ പോരാട്ടെ, ഇതിനകത്ത് വേറൊരാള് ഹിറ്റ്മെയറാണ്. ആ കണക്കുകൾ നോക്കല് ഞാൻ ഇപ്പോൾ നമുക്ക് പറയുന്നത് അദ്ദേഹം എന്താ പറയാ, അമിത പ്രതീക്ഷകളുടെ ഒരു സമ്മർദ്ദം ഇല്ലാതെയാണ് അദ്ദേഹം കൂളായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അയാൾക്ക് ഒന്നുമില്ല, എന്തിനാ വരുന്നത് എന്തിനാണെന്നില്ല. അയാൾ ഫീൽഡ് ചെയ്ത് നമുക്ക് കാണലുണ്ട്, നല്ല ഫീൽഡറാണ്. പക്ഷേ ഫീൽഡിങ് നടത്തുന്നത് ഒരു കൂളായിട്ട് കിടക്കണം. ബാറ്റിംഗ് ഇറങ്ങുമ്പോൾ അങ്ങനെയാണ്, കളി തോക്കുമ്പോൾ അങ്ങനെയാണ്. യാതൊരു പ്രശ്നം അയാൾക്കില്ല. അയാൾ ആ ടീമിന്റെ സ്പിരിറ്റ്, ഈ ടീമിന് മനസ്സിലാവായിട്ടാണോ അല്ലെ നമ്മൾ എന്താണ് ചെയ്യുന്നത് മനസ്സിലാവാനാണോ അല്ല, അങ്ങനത്തെ രീതിയിലാണ് ഹിറ്റ്മെയർ ഈ സീസണിൽ മൊത്തത്തിൽ കാണുന്നത്. ഒരു കൂസലും ഇല്ല. അതെ, ഇപ്പൊ ഈ മത്സരം തന്നെ RCBക്കെതിരെ മത്സരം എന്ന് പറയുമ്പോൾ 17ാമത്തെ ഓവറിൽ ജുറൽ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ 28 പന്തിൽ 32 റൺസ് ആണ് എടുത്തിട്ടുള്ളത്. 34 പന്തിൽ 47 റൺ എടുത്തിട്ടാണ് ജുറൽ ആ മത്സരം ഇത് ചെയ്യുന്നത്. ഒരു 11 റണ്ണിന് പരാജയപ്പെടുന്ന ഒരു മത്സരം. അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട ഒരു മത്സരമാണ് കൊൽക്കത്ത രാജസ്ഥാൻ മത്സരം. 1 റണ്ണിന് കൊൽക്കത്ത രാജസ്ഥാൻ പരാജയപ്പെട്ട മത്സരം. ആ മത്സരത്തിൽ ജുറൽ ഗോൾഡൻ ഡക്കാണ്. റിക്കോർഡ് റൺ റേറ്റ് 11 ജുറൽ ബാറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് 7 ഓവറിൽ 66-ന് 3 എന്ന രീതിയിൽ വിക്കറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ശരിയാണ്. പക്ഷെ ആ സമയത്ത് ഒരു താരം ഗോൾഡൻ ഡക്ക് എന്ന് പറയുമ്പോൾ ടീമിന് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു തരത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ മത്സരങ്ങളും ഇപ്പൊ ഏറ്റവും അവസാനം ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പൊ രാജസ്ഥാൻ പഞ്ചാബ് മത്സരത്തിലാണ് ഒരു നല്ലൊരു ഇന്നിങ്സ് ജുറൽ കളിച്ചിട്ടുള്ളത്. അതെ 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 31 പന്തിൽ 53 റണ്ണ് നേടിയിട്ടുണ്ട്. പക്ഷെ ആ മത്സരം നമുക്ക് ദൗർഭാഗ്യകരെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം മറ്റുള്ള താരങ്ങളുടെ കയ്യിൽ നിന്നും ഒരു അത്ര സപ്പോർട്ട് ജുറലിന് കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ആ മത്സരത്തിനും ജുറൽ ബാറ്റ് ചെയ്യാൻ വരുമ്പോൾ
റിക്വയർഡ് റൺ റേറ്റ് 11. പിന്നെ ദ്രാവിഡ് ഇപ്പൊ പറഞ്ഞത് ഹൈദരാബാദിനെതിരെയുള്ള ആ ഒരു മത്സരം വെച്ച് മാത്രമാണോ എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ മത്സരത്തിൽ 50 അടിച്ചു, ആദ്യ മത്സരത്തിൽ 50 അടിച്ചു. ദ്രാവിഡിന് കണക്കിൽ ഈ 2 50 വെച്ച് നോക്കുമ്പോൾ റിക്കോർഡ് റൺ റേറ്റ് കണ്ടിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് ആ താരത്തിന് ഇപ്പം പറഞ്ഞാൽ തന്നെ ദ്രാവിഡ് വേറൊരു രീതിയിൽ സമ്മതിക്കുവാണ്. റിക്കോർഡ് റൺ റേറ്റ് 14 ആണെങ്കിൽ ജുറലിനെ കൊണ്ടാവില്ല, ആ താരത്തിൽ ആ പ്രതീക്ഷ കൊടുക്കേണ്ട എന്ന് പറഞ്ഞു വെക്കണം. അല്ല, പക്ഷെ ഞാൻ വേറൊരു കാര്യം ഇതിനകത്ത് ചോദിക്കും. ഇതിന് കമ്പയർ ചെയ്തിട്ട് ദ്രാവിഡ് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് റിക്കോർഡ് റൺ റേറ്റ് 6ഉം 7ഉം ഒന്നല്ല 11. അതാണ് ഞാൻ പറഞ്ഞത്. ദ്രാവിഡ് മികച്ച ടെസ്റ്റ് പ്ലെയർ ആണ്. അദ്ദേഹം ടെസ്റ്റിന്റെ ഇത് വെച്ചിട്ടാണ് ചിന്തിക്കുന്നത് ഞാൻ ചോദിച്ചു ആദ്യം. അല്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ഇപ്പൊ ഈ 11 എന്ന് പറയുന്നത് നമുക്കറിയാം T20യുടെ കുറച്ച് മുമ്പുള്ള സാഹചര്യം പോലെ അല്ല ഇപ്പൊ ഏറ്റവും മോഡേൺ T20 എന്ന് പറയുമ്പോൾ 300-350 റണ്ണൊക്കെ ഓരോ ടീമുകൾ അടിക്കുമോ എന്ന രീതിയിലൊക്കെ ചർച്ചകൾ നടക്കുന്ന ഒരു സമയത്താണ്. അതെ അതെ, അത്രയും 200-200-ലധികമുള്ള റണ്ണൊക്കെ പല ചേസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ്. രാജസ്ഥാൻ തന്നെ 200-ൽ കൂടുതൽ എത്ര റൺ ചേസ് ചെയ്തു. അതെ, ഇപ്പോ ഗുജറാത്തിനെതിരെയുള്ള ഒരു മത്സരം നമുക്കറിയാം, വൈഭവ് സൂര്യവംശിയുടെ ഒരു സെഞ്ചുറി. ആ മത്സരത്തിൽ പിന്നെ ധ്രുവ് ജുറലിനെ ഇവർക്കൊന്നും ബാറ്റ് ചെയ്യാൻ അന്ന് എന്റെ ടെൻഷൻ ഇതായിരുന്നു. സൂര്യവംശി പോയ ശേഷം 2 വിക്കറ്റ് പോയി കഴിഞ്ഞാൽ അവസാന ഓവറിൽ ഒരു 2 ഓവറിൽ 10 റണ്ണായി കൂടിയാൽ ഇവർ തോൽപ്പിക്കും. ആ രീതിയിലാണ് അതിന് തൊട്ട് മുമ്പത്തെ മത്സരങ്ങളെല്ലാം ജയ്സ്വാളും നമ്മൾ ജുറലും ഹെഡ്മെയറും കൊണ്ട് കളഞ്ഞിരുന്നത്. ഈ പറഞ്ഞ പോലെ ജുറലിന് മാത്രമല്ല, ജുറൽ 2 ഇന്നിങ്സിലും കുറച്ചും ഇതാക്കുന്നത് ഹെഡ്മെയർ കൊണ്ട് കളയാൻ വേണ്ടി മാത്രം വരുന്നതാണ്. പിന്നെ 14 വയസ്സുകാരൻ അത്രയും നിന്ന് കളിച്ചു. ജയ്സോൾ അതിന് നല്ല സപ്പോർട്ട് നൽകിയതുകൊണ്ട് മാത്രമാണ് അന്ന് നമ്മൾ ജയിച്ചത്. ഇല്ലെങ്കിൽ ഉറപ്പാണ് അന്ന് പരാഗ് വന്നിട്ടും പിന്നെ നന്നായിട്ട് ബാറ്റ് ചെയ്തിട്ടുണ്ട് പറയാം. ഇതിന്റെ ഇടയിൽ വേറൊരു താരം കൂടി ഉണ്ട്, ശുഭം ദുബെ. വേറെ ഈ പറയുന്ന പോലെ ഒരു ഇമ്പാക്റ്റും ടീമിന് വേണ്ടി ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ദ്രാവിഡ് ചിലപ്പോൾ അയാളെ കുറിച്ച് നല്ലതും പറഞ്ഞേക്കാം. അടുത്ത സീസണിലേക്ക് ഇവരൊക്കെ തന്നെ ഈ കരുതി വെക്കുന്നത് എന്താണ്. അല്ല, പക്ഷെ വേറെ കാര്യം കേട്ടോ, നമ്മളിപ്പോ ജുറലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പോലും ഈ പറയുന്ന ജയ്സ്വാൾ അതുപോലെ തന്നെ വൈഭവ് സൂര്യവംശി ഇവരെ പോലുള്ള താരങ്ങളെല്ലാവരും ആ ഒരു ടോപ്പ് ഓർഡർ കാഴ്ചവെക്കുന്നതിന് ദ്രാവിഡ് ഇത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഒരു ടീം ആവണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതെ. ഇപ്പോ ദ്രാവിഡ് വേറൊരു കാര്യം പറയുന്നുണ്ട്. ഇപ്പൊ 5ാമത്തെ പൊസിഷൻ എന്ന് പറയുമ്പോൾ ബാറ്റ് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടേറിയ പൊസിഷനാണ്. അതൊക്കെ ശരിയായിരിക്കാം. പക്ഷെ ആ ഒരു പൊസിഷനിൽ ധ്രുവ് ജുറൽ അതിനെ പറ്റിയ താരമല്ലാന്നേ നമ്മൾ പറയുള്ളൂ. അതാണ് മാത്രം പ്രശ്നം. ഈ പറഞ്ഞാൽ ജുറലിന് 5ാം നമ്പർ കളിക്കാൻ പറ്റില്ല, റിക്കോർഡ് ആയിട്ട് 14 കളിക്കാൻ പറ്റില്ല. ഓക്കെ, ആ സമയത്ത് വേറെ താരത്തോടെ പ്ലേസ് ചെയ്യണം. അതിനാണല്ലോ ടീം മാനേജ്മെന്റും കോച്ച് നിൽക്കുന്നത്. അന്നലെ കളി ജയിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് ആദ്യത്തെ 3 പൊസിഷൻ കഴിഞ്ഞാൽ പിന്നെ ആരും ഇല്ല, ഇറങ്ങാനില്ല. നമ്മൾ കളി തോറ്റു പറഞ്ഞാൽ പിന്നെ ടീമും കോച്ചും. വേറൊരു കാര്യം കൂടി ഉണ്ട്. അപ്പൊ ആരാധകരൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക ജുറലൊക്കെ പോകും, അടുത്ത സീസണിൽ പുതിയ നല്ല ടീം വരുന്നു. പോയാലും ജയ്സ്വാൾ പോയാലും ജുറൽ ഉണ്ടാവുന്ന തരത്തിൽ ഉറപ്പായിട്ടുണ്ട്. ജുറൽ എന്തായാലും കളിക്കും. ഇനി ഹെഡ്മെയർ ഉണ്ടാവുന്ന കണ്ടിരിക്കേണ്ടതുള്ളൂ. അല്ല, ഹെഡ്മെയറിന്റെ കാര്യം നമുക്കറിയാം. ഹെഡ്മെയറിന്റെ കാര്യത്തിൽ പല മത്സരങ്ങൾ ഇപ്പൊ ആ സൂപ്പർ ഓവറിലൊക്കെ മത്സരത്തിൽ ഇങ്ങനെയൊക്കെ ഇതാക്കിയിട്ട് സൂപ്പർ ഓവറിൽ ഹെഡ്മെയറാണ് ഫസ്റ്റ് ബാറ്റ് ചെയ്യാൻ വരുന്നു എന്നുള്ളതാണ്. വരുന്നു, വിശന്നു പോകുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് രാജസ്ഥാനെ സംബന്ധിച്ച് രാജസ്ഥാൻ ആരാധകർക്ക് അത്ര നല്ല വാർത്തകളല്ല, നല്ല സൂചനകളല്ല കിട്ടുന്നത്. പ്രത്യേകിച്ച് പല താരങ്ങളെയും ഇപ്പോൾ ഈ സീസണിലൊക്കെ പല താരങ്ങൾ ഇപ്പോൾ ബട്ട്ലർ പോയതൊക്കെ രാജസ്ഥാന് നല്ല വലിയ രീതിയിൽ തിരിച്ചടി ആയിട്ടുണ്ടെന്നുള്ളതാണ്. ബട്ട്ലർ അവിടെ തകർപ്പൻ ഫോമിലാണ് ഗുജറാത്തിന് വേണ്ടിയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു രാജസ്ഥാൻ ടീമിൽ നമ്മൾ പ്രതീക്ഷിച്ച പുറത്തു പോകേണ്ട ഒരു താരം ജുറൽ പുറത്തു പോകില്ല എന്ന തരത്തിലുള്ള സൂചനകളാണ്. സഞ്ജു ആണെങ്കിൽ പുറത്തു പോകാം, അടുത്ത ദിവസം നല്ലൊരു ടീമിനെ കൂടി പിടിക്കാൻ വേണ്ടി നോക്കാവുന്നേ ഉള്ളൂ. അതെ, എന്തായാലും രാജസ്ഥാന് ദ്രാവിഡിൻ്റെതായ ഒരു സ്ട്രാറ്റജിയും തന്ത്രങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് പാളിപ്പോകുന്നു. ടീം ഏറ്റവും അവസാനത്തോ സ്ഥാനത്തോ അല്ലെങ്കിൽ 9-ഓ 10-ഓ അവസാന സ്ഥാനം അങ്ങനെ ആ ഒരു രീതിയിലേക്ക് നിൽക്കുകയാണ്. അതായത് ഏറ്റവും ഒരു IPL സീസണിലെ ഏറ്റവും മോശപ്പെട്ട ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ദ്രാവിഡ് ഇത് പറയുന്നത്. പിന്നെ ഒരു കാര്യം ദ്രാവിഡ് അംഗീകരിക്കുന്നുണ്ട്, പല മത്സരങ്ങളിലും അവസാന നിമിഷമാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ടീം 2 റണ്ണിന് തോറ്റു, 1 റണ്ണിന് തോറ്റു, 10 റണ്ണിന് തോറ്റു, 11 റണ്ണിന് തോറ്റു, ഒരു മത്സരം സൂപ്പർ ഓവറായി. ഇതൊക്കെ ദ്രാവിഡ് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ സംഭവിച്ചത് എന്തുകൊണ്ടാണെന്നുള്ളതാണ്. അവിടം വരെ എത്തിയിട്ട് എന്തുകൊണ്ട് തോക്കുന്നു, അതിനെങ്ങനെ മറികടക്കാം, അതെല്ലാം അടുത്ത മത്സരം ശ്രമിക്കേണ്ടത്. പക്ഷെ അവസാന 4 മത്സരങ്ങളിൽ പിന്നെ ഒരു 4-5 റണ്ണിന് അവസാനത്തെ 5 ഓവറുകളാണ് പരാജയപ്പെട്ടത്. അത് ഷെയ്ൻ ബോണ്ട് പോലുള്ള താരങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബോളിംഗ് കോച്ചുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഇവർക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും അടുത്ത മത്സരത്തിൽ അത് മാറ്റാൻ വേണ്ടി എന്ത് ശ്രമിക്കുന്നത്. അല്ലാതെ 14 റിക്കോർഡ് റണ്ണിട്ടാണ് കളി തീർന്നു, ജുറലിന് പറ്റില്ല, അവരുടെ കാര്യം ഉണ്ടാവില്ല. അപ്പൊ ഇനിയും മാറ്റം വരുത്തട്ടെ. ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ടീമിനത് വലിയ പ്രതിസന്ധി തന്നെയായി മാറും. പിന്നെ ജുറലിന്റെ ഒക്കെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുമ്പോൾ താരത്തിന് അദ്ദേഹം ഒന്ന് ബാറ്റ് ചെയ്യാൻ വന്ന് ഒന്ന് സ്റ്റഡിയായി നിൽക്കാൻ വേണ്ടി ഒരുപാട് പന്തുകൾ എടുക്കുന്നുണ്ട്. T20യിൽ അത് അത്ര നല്ലതല്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഏറ്റവും
ആദ്യ പന്ത് മുതൽ തന്നെ അറ്റാക്ക് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജിയൊക്കെ പല ടീമുകളും എടുക്കുന്നത്. അങ്ങനത്തെ മത്സരങ്ങൾ വരും. പക്ഷെ എല്ലാ മത്സരങ്ങളും അങ്ങനെ ആവുന്ന സമയത്ത് ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിലൊക്കെ പഞ്ചാബിനെതിരെയുള്ള മത്സരത്തിലാണെങ്കിൽ പോലും ഒരു ജയിക്കാവുന്ന ഒരു മത്സരം തന്നെ ആയിരുന്നു അത്. ജുറല് അർദ്ധ സെഞ്ചുറി നേടി നല്ലൊരു ഇന്നിങ്സ് ആയിരുന്നു. പക്ഷെ മറ്റുള്ള സ്ഥലങ്ങൾ ഒരു താരങ്ങളുടെ സപ്പോർട്ടൊന്നും കിട്ടിയില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. എന്തായാലും ടീമായി വരാൻ വേണ്ടി പറ്റുന്നില്ല. പക്ഷെ ആരാധകരെ സംബന്ധിച്ച് എന്തായാലും അവർ ഈ ടീമിനെ തള്ളി പറയൊന്നുമില്ല. തീർച്ചയായും ഈ ടീം തിരിച്ചു വരുമെന്ന് തന്നെയാണ് അവരുടെ പ്രതീക്ഷ. അങ്ങനെ തന്നെ നടക്കട്ടെ, അങ്ങനെയുള്ള മാറ്റങ്ങൾ നടക്കട്ടെ, അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.